ദുരിത ക്യാമ്പായിരുന്നു തുടക്കത്തിൽ. ഇനി പതിയെ പതിയെ ആശ്വാസത്തിൻ്റെ ക്യാമ്പുകളാവണം. മേപ്പാടിയിലെ ഇപ്പോഴത്തെ ഈ ക്യാമ്പിൽ പതിയെ മാഞ്ഞുപോയ സന്തോഷങ്ങൾ വളരെ പതിയെ തിരിച്ചു വരികയാണ്. സ്കൂളിൽ എത്ര ക്ലാസ്സിൽ? 10ാം ക്ലാസ്സിൽ. അതിപ്പോഴത്തെ SSLC ആണ്. സേഫാണ്. ചിലവരൊക്കെ പോയി, ചിലവരൊക്കെ ആ ഊരിൽ വീട്ടിൽ. എന്തായാലും നമുക്ക് പഠിക്കാനിപ്പോൾ ഇവിടെ പഠിക്കാം, ഈ സ്കൂളിൽ പഠിക്കാം. പക്ഷേ ഈ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ തന്നെ ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഇംഗ്ലീഷല്ലേ, അത് അത്രയ്ക്കും എന്താ പറയുക, ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ച് ഒക്കെ അവിടുത്തെ സാറന്മാർ തന്നെ എന്താ പറയുക, ഒരു കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളതുപോലെ തന്നെ ഞങ്ങളെന്താ പറയുക, നല്ല പഠിത്തം, അതുപോലെ തന്നെ കാര്യങ്ങൾ ഞങ്ങൾ അവിടുത്തെ സാറന്മാർ തന്നെ വന്ന് ഇവിടെ പഠിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. കോഴിക്കോട് വന്നു അല്ലേ? കോഴിക്കോട് വന്നാണ്. നമ്മളെ അബിക്കൊപ്പം കളിക്കാൻ ഉഷാറാക്കണം അല്ലേ? ഇവരെ കൂടെ കൂടി ഇവരെ കഥകളൊക്കെ കേട്ട് ഇന്നലെ രാത്രി വന്നതാണ്. അപ്പം ഇവരെ കഥകളും അങ്ങനെയല്ല കാര്യങ്ങളൊക്കെ കേട്ട് വീട്ടിലൊക്കെ വല്യച്ഛനല്ല, വല്യച്ഛനില്ല, വല്യച്ഛനൊക്കെ ഹോസ്പിറ്റലിൽ പനിയായിട്ട് കൊണ്ടുപോയിക്കാണ്. വല്യച്ഛൻ്റെ ഭാര്യ ഉണ്ട്. വെള്ളർമല സ്കൂളിൽ നിന്നുള്ള കുറേ കുട്ടികൾ ഇവിടെയുണ്ട്. ഇവരിനി ഈ മേപ്പാടി സ്കൂളിലേക്ക് പഠിക്കാനുള്ള ഏർപ്പാടുകൾ തുടങ്ങുകയാണ്. അപ്പോൾ അവർ പറയാനുള്ളതേ, അവിടുത്തെ മാഷന്മാർ വരണം, അവിടുത്തെ ടീച്ചർമാർ തന്നെ വരണം, മീഡിയം മാറരുത്. പരീക്ഷയ്ക്ക് വേണ്ടി അവരിങ്ങനെ തയ്യാറെടുക്കുന്നതിനാലാണ് അവർക്ക് നമുക്ക് അറിയാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതൊക്കെ മറന്ന് കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക, അതിലൊരു വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്നുള്ള ഉറപ്പാണ് നമുക്ക് നമ്മുടെ അഭിജിത്ത് തരുന്നത്.